എല്ലാവർക്കും ആൻസലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഡിന്നറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം, പശു നെയ്യ് 1 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്താലും മതിയാവും. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യം തൊട്ട് തന്നെ ഈ മുഴുവൻ വെള്ളം ചേർത്ത് ഇളക്കാൻ പാടില്ല. അത് കുറച്ച് വെള്ളമായിട്ട് മാത്രം ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നാൽ ഇതിൽ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ അതിൽ മിക്സ് ആവാതെ ബാക്കിയായി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്തായാലും നന്നായിട്ട് ഇളകി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു കട്ടിയുള്ള പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിലാവുന്നത് വരെ ഞാൻ പറഞ്ഞ 1 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കാം. അത് ചേർത്ത് കഴിയുമ്പോൾ ഇതൊരു ദോശമാവിൻ്റെ പരുവായി വരും. ഞാൻ 1.5 കപ്പിൽ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് ഞാൻ മുഴുവൻ യൂസ് ചെയ്തു. പിന്നെ എടുത്ത് 1/2 കപ്പിൻ്റെ അകത്തുനിന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി വെള്ളം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഈ മാവ് വെച്ച് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദോശ കാസ്റ്റ് അയൺ തവയിൽ ഉണ്ടാക്കുക എന്നാണ്. ഞാൻ അതൊരു കാസ്റ്റ് അയൺ തവ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പശു നെയ്യ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പശു നെയ്യാണ് ഉപയോഗിക്കുന്നത്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ദോശക്കല്ലിലേക്ക് 1 കയ്യിൽ ദോശമാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ആവശ്യമുണ്ടെങ്കിൽ പശു നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് പെട്ടെന്ന് കുക്കാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് നെയ്യൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. മറിച്ചിട്ട് ഒരു 30 സെക്കൻഡ് വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് മുരിഞ്ഞു വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നോൺ സ്റ്റിക്ക് തവയിൽ എങ്ങനെയാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നോൺ സ്റ്റിക്ക് തവയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഡയറക്റ്റ് ദോശമാവ് ഇതിലേക്ക് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇത് മറിച്ചിട്ട് അടുത്ത സൈഡ് കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. അടുത്ത സൈഡ് നന്നായിട്ട് മൊരിഞ്ഞാൽ നമുക്കിത് ഓക്കെയാണ്, റെഡി ആയിട്ടുണ്ടാവും കഴിക്കാൻ വേണ്ടി. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ചൂടുള്ള ദോശയുടെ മുകളിൽ 1 ടീസ്പൂൺ പശു നെയ്യ് ഇതുപോലെ എടുക്കുകയോ അതോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ പശു നെയ്യ് മൊത്തം ദോശയിൽ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് പഞ്ചസാര അതിൻ്റെ മുകളിൽ വിതറി കൊടുത്ത് ഒന്നിത് ചുറ്റി വെച്ചിട്ട് കൊടുത്താൽ, റോൾ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാൻ. പെട്ടെന്ന് കഴിച്ച് തീർക്കും കുട്ടികളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാൻ ടേസ്റ്റ്. കുറച്ച് തണിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കുക, പശു നെയ്യും പഞ്ചസാരയും കൂട്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.